അങ്ങനെ നമ്മുടെ ദിയ ഫാത്തിമ വിഷയം 8 വർഷം മുമ്പെയാണ് ആ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്നും കാണാതാകുന്നത് അല്ലെ. ഇപ്പോഴും ആ കുടുംബം ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ച് നീറി കഴിയുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു തെരുവ് പെൺകുട്ടിയുടെ വീഡിയോ കാണുകയും ഇത് ദിയ ഫാത്തിമ അല്ലേ എന്നുള്ള രീതിയിൽ പലരും അതുമായി ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിക്കുകയും വീണ്ടും ഈ വിഷയം കുത്തിപ്പോകുകയും ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ 3-4 വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് 2 വർഷത്തോളമായി അന്വേഷിക്കുന്ന ഒരു യുവാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ജുനൈദ് തമ്മിലത്ത് എന്ന് പറയുന്ന ഒരു യുവാവ്, ഒരു മലപ്പുറംകാരൻ പയ്യനാണ്. കഴിഞ്ഞ 2 കൊല്ലത്തോളമായി പുള്ളിക്കാരൻ ഈ കേസിന് പിന്നാലെ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി പുള്ളിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയോ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ പുള്ളിക്കാരൻ ചില കാര്യകാരണങ്ങൾ സഹിതം രംഗത്ത് വന്നിരിക്കുകയാണ്, സ്വന്തം ഫേസ് കാണിച്ചുകൊണ്ട്. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? പുള്ളിക്കാരൻ പറഞ്ഞത് ദിയ ഫാത്തിമ നഷ്ടപ്പെട്ട് 2 മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് ദിയ ഫാത്തിമയെ തിരിച്ചു കിട്ടാൻ ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തിരിച്ചു കിട്ടാത്തതിന്റെ കാരണവും അന്ന് പോലീസുകാർ കളിച്ച ചില കളികളെ കുറിച്ചുമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് കണ്ടപ്പോഴല്ല മക്കളെ ചൊറിഞ്ഞു കയറിക്കുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ദിയ ഫാത്തിമ നഷ്ടപ്പെട്ട് 2 മാസം കഴിഞ്ഞു. അങ്കമാലിയിലാണ് സംഭവം. അങ്കമാലിയിൽ ഒരു പെൺകുട്ടി സിനിമയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേര സമയത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാർ ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ഈ പെൺകുട്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംശയം പെൺകുട്ടിക്ക് വരാനിടയായി. അങ്ങനെ ഈ പെൺകുട്ടി എന്താക്കാണ്, താൻ FB തുറന്ന് നോക്കാണ്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ കണ്ടൊരു FB പോസ്റ്റ് ചെക്ക് ചെയ്യാണ്. എന്താണ് ആ പോസ്റ്റ്? ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ്. ദിയ ഫാത്തിമയുടെ ഫോട്ടോ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോയും താൻ കണ്ട കുട്ടിയെയും കൂടി ഇവർ ഒത്തു നോക്കാണ്. ഇത് ദിയ ഫാത്തിമ തന്നെ. ഇവര് കാണുമ്പോൾ ഈ കുഞ്ഞിന്റെ കൂടെ ഒരു മധ്യവയസ്കനും ഒരു സ്ത്രീയും വേറെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി എന്താക്കാണ്, ഇവരറിയാതെ അവരെ പിന്തുടരുകയാണ്. അങ്ങനെ അവരെന്താക്കാണ്, ബസ് സ്റ്റാൻഡിൽ ഒരു ഷോപ്പിലേക്ക് കയറി പോവുകയാണ്. അവിടുന്ന് ചില വസ്തുക്കളൊക്കെ ഇതേക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. ഇത് കണ്ട് ഈ പെൺകുട്ടി ഉടനെ തന്നെ എന്താക്കാണ്, FBയിൽ കയറി ആ പോസ്റ്റിന് താഴെ കൊടുത്ത ഫോൺ നമ്പർ എടുത്തുകൊണ്ട് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് കാര്യം പറയുകയാണ്. മാതാപിതാക്കൾ ഉടനെ തന്നെ എന്താക്കാണ്, തന്റെ വക്കീലിനെ ഇവരെ അറിയിക്കുകയാണ്. വക്കീൽ ഉടനെ തന്നെ IG ഓഫീസിൽ വിളിച്ച് കാര്യം പറയാണ്. പക്ഷെ അന്ന് വക്കീൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ കൂടിയും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താണെന്ന് അറിയാം. അതിനെക്കുറിച്ച് ജുനൈദ് തന്നെ പറയുന്നത് നമുക്ക് നോക്കാം. അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവർക്ക് ഐജിന്റെ ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞ്. ഐജിന്റെ ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പുറത്തു വിടൂല, കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അവർക്ക് എന്നല്ല ആർക്കും താല്പര്യമില്ല. ഇപ്പൊ ഞാൻ അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള ഈ കുട്ടിയായിട്ട് സംസാരിച്ച എല്ലാം ഉണ്ട് വോയിസ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണിക്കേണ്ടടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചുമ്മാ അങ്ങനെ ഇവന്മാരോടൊക്കെ എതിർത്ത് എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത്. അപ്പോ അവരവിടെ പരാതി കൊടുത്തിട്ട്, പരാതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതല് നഷ്ടപ്പെട്ട വലിയൊരു കേസിന്റെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു പരാതി, ഇങ്ങനെ കുട്ടീനെ കണ്ടു വന്ന് പോയി എന്ന് പറയുമ്പോൾ, ഒരു പട്ടിക്കുട്ടിനെ കാണാതായാൽ പോലും നമ്മൾ ഓടിപ്പോകൂലേ? ഇന്ന കുട്ടീന്റെ അല്ലെ ഒരു പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോകൂലേ? അത് അത്ര പോലും വില കൊടുത്തില്ല എന്നാ പറയുന്നത്. കാരണം അവര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവര് റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്ക്, അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ CCTV പോയിട്ട് ചെക്ക് ചെയ്യണം, ഇന്ന ആളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് അവര്. അങ്ങനെ അവിടെ പോയി അവരുടെ CIയും അതേപോലെ ബിജു പൗലോസ് എന്ന് പറയുന്ന DYSP ആണ് അയാൾ. ഇപ്പോ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സാറേ, ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സാറേ, ചോദിക്കാനുള്ളത്. അപ്പോ ഞങ്ങളെ കാക്കുന്ന നിയമപാലകരാണ് നിങ്ങൾ. അപ്പൊ ഞങ്ങളെ ഒരു കുറ്റോ കാര്യങ്ങളോ പറയില്ല. പക്ഷെ ഈ കേസ് അന്വേഷിച്ച സാറാണെങ്കിൽ സാർ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പോ ഈ ഒരു വീഡിയോ കാര്യങ്ങളുണ്ട്. അങ്ങനെ അവരവിടെ പോകുന്നത് CCTV എടുക്കുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, നിങ്ങൾ കുട്ടീന്റെ. അപ്പൊ ഇവർക്കും പോലീസുകാർക്കും തോന്നാം, പോലീസുകാരും പറഞ്ഞു, അതിനുള്ളിലുള്ള പോലീസുകാരും പറഞ്ഞു അത് സെയിം ഈ കുട്ടി തന്നെയാണ്, നല്ല ലെവലിലാണ് സംസാരിച്ചേ. ഓക്കെ, അപ്പൊ അതാണ് ജുനൈദോടെ പറഞ്ഞെടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അജിന്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസുകാർ അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷെ ആ സമയത്തിന് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടിയേനെ അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോയി അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് ഈ കേസിൽ ഉഴപ്പി? അതിൽ പോലീസുകാർ കൃത്യമായി മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേക ഒരു ഇന്റൻഷൻ ഇല്ലാതെ പോലീസുകാർ ഒരിക്കലും ഇത് ഉഴപ്പില്ല. അപ്പൊ പോലീസുകാരുടെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. മനഃപൂർവ്വം അവർ ഈ കേസ് ഒതുക്കി തീർക്കാൻ നോക്കാണ്. അതിന് പിന്നിലൊരു കാരണമുണ്ട് അല്ലെ. ആ കാരണത്തെ കുറിച്ച് ജുനൈദ് പറയുന്നുണ്ട്. അതിനു മുമ്പ് അന്ന് കണ്ട CCTV ഫുട്ടേജ് നമുക്കൊന്ന് നോക്കാം. അത് കാണാതെ പലരും ഉണ്ടാകും. അത് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച് കേസുള്ളത്. 2014 ഓഗസ്റ്റ് 8-നാണ് 1.5 വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത്. 2014 ഒക്ടോബർ 22-ന് രാത്രി 10 മണിക്ക് അങ്കമാലി KSRTC സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട 4 കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു. ഈ സ്ത്രീക്ക് വേണ്ടി KSRTC സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു. കടയിലെ CC ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കൈയിലെടുക്കുന്നതും കാണാം. കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും
കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളെക്കുറിച്ച് ഓക്കെ, അപ്പൊ ഇതാണ് ഫൂട്ടേജ്. ആ ഫൂട്ടേജിൽ വ്യക്തവും സ്പഷ്ടവുമാണത് ദിയ ഫാത്തിമയാണ് എന്നുള്ളത്. പക്ഷേ പോലീസുകാർ അവിടെ കൃത്യമായി ഒഴിപ്പി എന്നുള്ളതാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ CCTV ഫുട്ടേജ് കൊടുത്ത് വേണ്ട തെളിവുകൾ കൊടുത്ത് എന്നിട്ട് പോലീസുകാർ തിരിച്ചു കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാം, ഞങ്ങൾ അന്വേഷിക്കാമെന്നുള്ളതാണ്. എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് പോലീസുകാർ എന്താക്കി, നേരെ കേസ് അങ്ങ് ക്ലോസ് ചെയ്ത് എന്നിട്ട് കോടതിയിൽ സമർപ്പിച്ച ഫയൽ പറഞ്ഞ എന്താണെന്ന് അറിയോ, ദിയ ഫാത്തിമയുടെ വീട്ടുകാർ CCTV ഫുട്ടേജ് കണ്ടു, അവർ തന്റെ കുഞ്ഞല്ല ഇതെന്ന് പറഞ്ഞു പോലും. ദിയ ഫാത്തിമയുടെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പോലീസുകാർ അവിടെ അങ്ങനെ ഒരു കളവ് എഴുതി പിടിപ്പിച്ചു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് ജുനൈദ് പറഞ്ഞൊന്ന് കണ്ടോക്കാം. ഇതൊരു മാഫിയാണ്. എനിക്ക് എറണാകുളം നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ സിനിമാ ഫീൽഡുമായിട്ട് ഞാൻ അവിടെ എറണാകുളം ഇവിടെയൊക്കെ കറങ്ങി ഒരുപാട് യൂബറും ഒക്കെ ഓടി നടന്ന ആളാണ്. അങ്കമാലി എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഒരു കുട്ടീനെ ഇപ്പൊ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ഒരു കുട്ടീനെ കൊടുത്താൽ 4 ലക്ഷം കിട്ടും, 5 ലക്ഷം കിട്ടും എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു കുട്ടിക്ക് 4-5 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാവും. ഇല്ല, വാങ്ങിയെന്നല്ലേ പറയുന്നത്, വാങ്ങിയിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കൂല. കാരണം ഈ കുട്ടി, ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം FIRൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ ആ കേസ് ഇത് ചെയ്തത്, ക്ലോസ് ചെയ്തത് എന്തിനാ? അതിനുത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ? DYSP ആണ്, ശരിയാണ്. നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും സാറേ. അതിന്റെ ഒരു നല്ലൊരു വിശദീകരണം നിങ്ങൾ തരണം. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ ആളുകൾ കോടതിയിലും പരിസരത്തും വെച്ചിട്ട്. അപ്പൊ സാറെന്താ പറയല്, തുമ്പില്ല, അതങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത്. സാറെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങൾ ചോദിക്കും, സാർ അത് പറയണം. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്, സാറിനും പറയണ്ട, ഞങ്ങൾ നിയമപാലകരാണ്, പോലീസുകാർ. നിങ്ങളാ പണി ചെയ്യാത്തോണ്ടാ സാറേ സാധാരണക്കാരായ ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത്, ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത്. നിങ്ങളെ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടാണ് ഞങ്ങള്. അതായത് നിങ്ങളതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ, മാധ്യമ ശ്രദ്ധ കിട്ടും നിങ്ങൾക്ക്. നിങ്ങളെ പോട്ടങ്ങനെ അച്ചടിച്ചു വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ട് ഇറങ്ങും. ഇതിപ്പോ എന്തോ ഒരു കൂലിപ്പണിക്ക് പോണ ഒരു ചങ്ങായി. സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ. അത് ചോദ്യങ്ങളൊക്കെ ഒരു 20 തീയതിക്ക് ശേഷം സാറിന് മനസ്സിലാവും. അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത് 20 തീയതിക്ക് ശേഷം കേട്ടോ. അതപ്പോ സാറിന് മനസ്സിലാവും. ഇവിടെ ഇരുന്ന് ഞങ്ങളിതൊക്കെ ചെയ്യണേ, ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റുമാരായാലും ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ. അതുകൊണ്ടാണ് ഞാൻ പറയും സാർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പൊ ഇവിടെ ജുനൈദ് പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഭിക്ഷാടന മാഫിയയുടെ കണ്ണിയാണ് എന്നുള്ളതാണ് അല്ലെ? അതിൽ പോലീസുകാർ വരെ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ സംശയം പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊരു ബിജു പൗലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതോ DYSP റാങ്കിൽ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനെ പരാമർശിച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഡീം പോളി നായകനായിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഹീറോ പരിവേഷം കിട്ടിയ ഒരു പോലീസുകാരൻ തന്നെയാണ് അദ്ദേഹം അല്ലെ? അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഈ കേസിൽ ഉഴപ്പി എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇവിടെ ജുനൈദ് പറഞ്ഞ പോലെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കേസുകളിൽ മാത്രമേ ഇങ്ങനെ തുമ്പുണ്ടാക്കത്തുള്ളൂ, അല്ലാത്ത കേസുകളിലൊന്നും പുള്ളിക്കാരൻ ഇടപെടത്തില്ലേ അല്ലെങ്കിൽ തുമ്പുണ്ടാക്കത്തില്ലേ? അതാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഹീറോ ആയിട്ട് വരസാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പുള്ളിക്കാരൻ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയതെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് വേണം പറയാൻ അല്ലെ? ഇത്തരം സാഹചര്യങ്ങളാണ് പലരുടെയും യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത്. പുള്ളിക്കാരനാണെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി അതല്ല വേറെ ഏതോ ബിജുവിനാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും പോലീസ് കാര്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇനി ആ CCTV ഫുട്ടേജിൽ കണ്ട വീഡിയോ പോലീസുകാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ തന്റെ മക്കളല്ല അത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അല്ലെ? എന്നിട്ട് ആരട്ട് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അത് കോടതിയിൽ കേസ് നടക്കുകയും ദിയ ഫാത്തിമയുടെ ഫാമിലിക്ക് അനുകൂലമായി കോടതി വിധി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ CIക്കെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ വീണ്ടും ഒഴിപ്പി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ പോലീസുകാരനും ഇതിന് കണക്ക് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ കേസ് ഇപ്പൊ കുത്തിപ്പൊങ്ങിയത് നിങ്ങളുടെ നിർഭാഗ്യമാണെന്ന് കൂട്ടിക്കോളി. ആ മാതാപിതാക്കളുടെ ഓരോ കണ്ണുനീരും ഇതിലുള്ള ഓരോ പോലീസുകാരനും കണക്ക് പറയേണ്ടി വരും. കാരണം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഇനി എന്തോ ഒരു 20-ാം തീയതി ഒരു കണക്കോട് ജുനൈദ് പറഞ്ഞു അല്ലേ? ഐ തിങ്ക് അന്നത്തെ ദിവസം ഈ കേസ് കോടതിയിൽ നടക്കാനിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവസാനമായി ജുനൈദ് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി പരാമർശിച്ച് നിർത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. കാരണം ഈ കേസിലേക്ക് ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറ് വരാൻ കാരണം എന്താ അറിയോ? ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഇങ്ങനെ ഒരു ഇത് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുഞ്ഞുങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര സങ്കടം. ഒരു കുഞ്ഞ് മരിക്കുകയല്ലേ അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വരും. അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അല്ല, ഈ വാർത്ത കേട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഹൈക്കോടതി വക്കീലാണ് കേട്ടോ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോൻ ഈ കേസ് വാദിക്കണം, അതിന് കാശൊന്നും വാങ്ങരുത്, അത് അമ്മന്റെ റിക്വസ്റ്റാ. ആ മകന് അമ്മ കൊടുക്കുന്ന, ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന ഒരു കേസാണത്, ഏൽപ്പിച്ച കേസാണത്.
അദ്ദേഹം മരണം വരെ എത്ര സമയമായാലും എനിക്ക് പണം വേണ്ട, ഒന്നും വേണ്ട, പബ്ലിസിറ്റി വേണ്ട. ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ അതിൽ സംസാരിക്കരുത് സാറായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വാ ഒന്ന് വാ, ഞാനും അങ്ങനെ വരാത്ത ആളാണ്, സാറും വാ സംസാരിക്കാം. ജുനൈദില്ല, ജുനൈദിന് എന്ത് വേണോ ഞാൻ തരാം, പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത്രയും നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു സാറേ, പറയാൻ വാക്കുകളില്ല. സത്യമായിട്ടും അദ്ദേഹം ഒരു സെല്യൂട്ട് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് അതിനൊരു വലിയ മനസ്സ് തന്നെ വേണം. അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി 20-ാം തീയതിക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഇത്രയൊക്കെ പറയുമ്പോഴും എല്ലാവരുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാകും, അല്ലേ, ഈ അങ്കമാലിയിൽ ഈ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസുകാർക്ക് വിടാതെ സ്വമേധ ഇവർക്കൊക്കെ അന്വേഷിച്ചുകൂടായിരുന്നു എന്നുള്ളത്. തീർച്ചയായും ജുനൈദ് കുറിച്ച് ചെറുപ്പക്കാരൊക്കെ കൂട്ടിക്കൊണ്ട് അത് അന്വേഷിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജുനൈദ് പറഞ്ഞല്ലോ, ഇതൊരു മാഫിയയുടെ കണ്ണിയാണ്, അങ്ങനെ പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ടും അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവർ അന്വേഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷിച്ച് ഇവർ എത്തിപ്പെട്ടത് എവിടെയാണെന്ന് അറിയാം, ദിയ ഫാത്തിമയുടെ വീട്ടുമുറ്റത്ത്. അതിനെക്കുറിച്ച് പുള്ളിക്കാരൻ പിന്നീട് പറയാമെന്നുള്ളതാണ് പറയുന്നത്. നമുക്കെല്ലാം പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കേസിന്റെ ഭാഗമായിട്ട് ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പുള്ളിക്കാരൻ മറച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ കിട്ടലാണല്ലോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നത് കുഞ്ഞിനെ എന്തായാലും തിരിച്ചു കിട്ടും, അതിനുള്ള എല്ലാ പണിയും ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വാക്കുകൾ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ കിട്ടാണ്. എന്തായാലും തിരിച്ചു കിട്ടട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.